ഒരു ആമുഖമില്ലാത്ത നടിയാണ് ചാർമിള. മലയാള സിനിമയിൽ സൂപ്പർ നായികയായും വിവാദത്തിന്റെ കളിത്തോഴിയായും നിറഞ്ഞുനിന്ന താരമാണ് അവർ. ബാബു ആന്റണിയുമായുള്ള പ്രണയവും വേർപിരിയലുമെല്ലാം ചാർമിളയുടെ അഭിനയ ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും തീരാനഷ്ടങ്ങൾ സമ്മാനിച്ചു. ഇപ്പോൾ തെലുങ്കിലും തമിഴിലും അമ്മ വേഷങ്ങളിൽ ഒതുങ്ങിക്കൂടുകയാണ് അവർ. അടുത്തിടെ ഒരു സിനിമ പ്രസിദ്ധീകരണത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ജീവിതത്തിൽ നേരിട്ട ചില അസുഖകരമായ സാഹചര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞു. മലയാളത്തിലെ ചില താരങ്ങളും സംവിധായകരും കിടക്ക പങ്കിട്ടാൽ നല്ല വേഷം തരാമെന്ന് പറഞ്ഞതായിരുന്നു അതിൽ പ്രധാനം. തമിഴിലും തെലുങ്കിലും അമ്മ വേഷമാണ് ഞാൻ ചെയ്യുന്നത്. മലയാളത്തിൽ പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത്. മലയാളത്തിൽ നിന്ന് മാത്രമേ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നുള്ളൂ. ചില സംവിധായകരും നടന്മാരും ഇത്തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. നടിയെ നടിയായി കാണാതെ വന്നു കിടക്കെന്ന് പറഞ്ഞാൽ കൂടെ കിടന്നാൽ മാത്രമേ നടിയാവുകയുള്ളൂ. എനിക്ക് 42 വയസ്സായി. എന്റെ പ്രായത്തെ പോലും ബഹുമാനിക്കുന്നില്ല. മലയാളത്തിൽ അഭിനയിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ കിടന്നു കിട്ടുന്ന ചാൻസ് എനിക്ക് വേണ്ട. പ്രൊഡക്ഷൻ മാനേജരും മറ്റുമൊക്കെയാണ് എന്നോട് മോശമായി സംസാരിക്കുന്നത്. പ്രണയകാലത്തെ ജീവിതത്തെക്കുറിച്ചും ചാർമിള മറയില്ലാതെ വിവരിച്ചു. ബാബു ആന്റണിയുമായുള്ള പ്രണയം പരാജയപ്പെട്ടതിൽ അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ ജീവിതത്തെ ചതിച്ചത് ഞാൻ തന്നെയാണ്. പുള്ളിയെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു. വിവാഹത്തിന് എന്റെ വീട്ടുകാർക്കും സമ്മതമായിരുന്നു. പുള്ളിക്കും ഇഷ്ടമായിരുന്നു കല്യാണത്തിന് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അമേരിക്കയിലെ ഗ്രീൻ കാർഡൊക്കെ കിട്ടിയപ്പോൾ എന്നെ വിട്ടു. ഇപ്പോഴും അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കിട്ടിയ പണമെല്ലാം പലരും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് ചാർമിള പറയുന്നു. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരുന്നു. അക്കാലത്ത് അത്യാവശ്യം കാശും സമ്പാദിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ കിട്ടിയ പണമൊക്കെ അച്ഛനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. കുറെ പണം അച്ഛൻ ഷെയർ മാർക്കറ്റിലാണ് നിക്ഷേപിച്ചത്. അതിൽ കുറെ പണം നഷ്ടമായി. പിന്നെ കുറെ പണം പ്രണയിച്ചിരുന്നവർ കൊണ്ടുപോയി. ഞാൻ സ്നേഹിച്ചവർക്കെല്ലാം എന്റെ പണം ആവശ്യമായിരുന്നു. അന്നോ ഒന്നും അറിയാത്ത പ്രായമായിരുന്നു. ചോദിച്ചവർക്കൊക്കെ പണം കൊടുത്തു. ഇപ്പോൾ സ്വന്തമായി ഒരു വാഹനം പോലുമില്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഓട്ടോറിക്ഷയിലാണ് യാത്ര. മകന്റെ സ്കൂൾ ഫീസും മറ്റും നൽകുന്നത് തമിഴ് നടികർ സംഘത്തിലെ വിശാലും കാർത്തിയുമാണ്. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് ന്യൂസ്.